ഹായ് നമസ്കാരം. നമ്മുടെ CFKയിൽ രജിസ്റ്റർ ചെയ്തിട്ട് 250 രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് ID എടുത്ത് നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ CFK ഫാമിലി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് വരുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ ഫാമിലി മെമ്പേഴ്സുള്ള ഗ്രൂപ്പിൽ വരുന്നതിന് മുന്നേ നമ്മളോട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കും. എല്ലാതും A to Z കാര്യങ്ങൾ അവർക്ക് സംശയം ഉണ്ടെങ്കിൽ ഒക്കെ ചോദിക്കൂ. എന്നിട്ട് നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. എന്നിട്ട് ട്രസ്റ്റിൽ നിങ്ങൾ 250 രൂപ അടച്ചാൽ മതി. നിങ്ങളുടെ സംശയങ്ങൾ ആദ്യം നിങ്ങളെല്ലാം തീർത്തിട്ട് മാത്രം നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്താൽ മതി എന്ന് പറയും. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഓക്കെ, അത് അവരോട് പറയുമ്പോൾ അവർ പറയാം ഓക്കെ എനിക്കിനി മനസ്സിലായി, ഇനി എനിക്ക് സംശയങ്ങളൊന്നും ഇല്ലയെന്ന്. എന്നിട്ട് പിന്നെ അവർക്ക് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തു. അതേപോലെ തന്നെ ID അവർ ക്രിയേറ്റ് ചെയ്തു. നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ അവരെ ആഡ് ചെയ്തു. പിന്നെ അവർ അവിടെ വന്നിട്ട് അവർ ചോദിക്കുന്നത് എനിക്ക് സഹായം കിട്ടുമോ, എനിക്ക് സഹായം കിട്ടുമോ. സഹായം എല്ലാവർക്കും സഹായം കിട്ടും. ആരെ നമ്മുടെ ഫാമിലിയിൽ നമ്മൾ ആരും മാറ്റി നിർത്തുന്നില്ല. എല്ലാവരും ഒരേപോലെയാണ്. പക്ഷേ നമ്മളിപ്പോൾ കൊടുത്തു തുടങ്ങുന്നത് ചെറിയ സഹായങ്ങളാണ്. ആ സഹായത്തിൽ ആ കുടുംബത്തിലെ ഒരാളെപ്പോലെ, ഒരു അംഗത്തെപ്പോലെ നിങ്ങളും ഉൾപ്പെടണം. നിങ്ങൾക്കൊരു സഹായം വരുമ്പോൾ എല്ലാവരും നിങ്ങളുടെ കൂടെ വേണം. പിന്നെ മറ്റൊരാൾക്ക് ഒരു സഹായം വരുമ്പോൾ എന്താ പറയുക, നമ്മളാരും ആ ആളുടെ കൂടെ നിൽക്കില്ല എന്നുള്ള ഒരു മനോഭാവം എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ ഉണ്ട്. അത് ഒരിക്കലും പാടില്ല. എല്ലാവരും ഒരു കുടുംബമാകുമ്പോൾ എല്ലാവരും ഒന്നാണ്. എല്ലാവർക്കും സഹായം വേണം. എല്ലാവരും ഒന്നായാലാണ് ഓരോ ആളുടെ പ്രശ്നങ്ങൾ നമുക്ക് തീർക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആരും മാറി നിൽക്കരുത്. നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ 1 രൂപയാണോ നിങ്ങളുടെ കയ്യിലുള്ളത്, നിങ്ങൾ ആ 1 രൂപ ആ വ്യക്തിക്ക് കൊടുത്തോ. എന്തിനാ ആ 1 രൂപയെങ്കിൽ അത് അവർക്ക് ഉപകാരത്തിൽപ്പെടില്ലേ? അതെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾ വരുമ്പോൾ എനിക്ക് സഹായം കിട്ടുമോ എന്ന് ചോദിക്കേണ്ട. നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അർഹത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. സഹായം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ പറഞ്ഞാൽ മാത്രം സഹായം കിട്ടില്ല. ട്രസ്റ്റിൻ്റെ അഡ്രസ്സിൽ നിങ്ങൾ ലെറ്റർ പോസ്റ്റ് ചെയ്തിട്ട് ആ ലെറ്റർ നമ്മൾക്ക് നമ്മുടെ കൈ കിട്ടി അതിൽ എന്താണോ കാര്യം എഴുതിയിട്ടുള്ളത് അതിൽ നിങ്ങളുടെ വാർഡ് മെമ്പറെ, നിങ്ങളെക്കുറിച്ചിട്ട് എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. നിങ്ങളുടെ വാർഡ് മെമ്പറെ ഫോൺ നമ്പറൊക്കെ ഉണ്ടാവും. അപ്പോൾ അന്വേഷണങ്ങളൊക്കെ നടത്തിയതിന് ശേഷം പറഞ്ഞ കാര്യങ്ങളിലൊക്കെ സത്യസന്ധത ഉണ്ട് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സഹായം കിട്ടും. അതിലൊരു മാറ്റവും ഇല്ല കേട്ടോ. അപ്പോൾ ഇനി ആരും സഹായം കിട്ടുമെന്ന് ചോദിക്കരുത്. എല്ലാവർക്കും കിട്ടും. നമ്മുടെ അഡ്രസ്സിലേക്ക് ലെറ്റർ പേഡ് അയച്ചോളൂ. പിന്നെ അഡ്രസ്സ് വേണ്ടവർ നമ്മുടെ ഭാരവാഹികളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അഡ്മിൻസിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. പിന്നെ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും CFKയിൽ ഫാമിലിയിലേക്ക് വരിക. വലിയൊരു കുടുംബം. 2030 ആകുമ്പോഴത്തേന് 10 ലക്ഷം മെമ്പേഴ്സ് നമ്മുടെ ട്രസ്റ്റിൽ, നമ്മുടെ ഫാമിലിയിൽ വലിയ കുടുംബമായിട്ട് ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിൽ നിങ്ങളും പങ്കെടുക്കട്ടോ.